പ്രവർത്തനങ്ങൾക്ക് ഒരർത്ഥത്തിൽ ഇതര സ്ഥലങ്ങളിലുള്ള യുവാക്കൾക്ക് പോലും മാതൃകയാകുന്ന രൂപത്തിൽ ഇവിടെയുള്ള യുവാക്കളുടെ ധാരാളം പുറത്തുനിർത്തപ്പെട്ട ഇസ്ലാമിക സംഘം പുറത്തുനിർത്താൻ പത്രത്തിൽ എഴുതുന്നതാണ്. പക്ഷെ അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയും സ്വന്തം കരങ്ങളായി പുറത്തുവരുത്തി ഇവിടെയുള്ള നീതി പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത് തീർച്ചയായും നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പം സുബ്ഹാനഹു വ തആലയിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്ന സ്വാലിഹായ ഒരു സൽക്കർമ്മമാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വലിയ വലിയ പ്രതിഫലം നൽകി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പ്രായത്തിന്റെ പക്വതയില്ലായ്മ കൊണ്ട് അതല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ചു പോയ അപാകതകൾ അല്ലാഹു അഫൂ ചെയ്തു തരട്ടെ. ഒരുപാട് ആളുകൾ നമ്മിൽ നിന്നും മൺമട്ടുണ്ട്. ജീവിത ജൈത്രയാത്രയിൽ നമ്മളോടുകൂടെ തോളോട് തോളുരുമി നടന്നവർ, സഹവസിച്ചവർ, സല്ലപിച്ചവർ ഇന്ന് ആറടി മണ്ണിന് ചുവട്ടിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെയൊക്കെ ഖബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൂടുതൽ ആമുഖങ്ങൾ പറഞ്ഞ് സമയം കളയുന്നതിനപ്പുറം പെട്ടെന്ന് വിഷയത്തിലേക്ക് പ്രവേശിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് ഈ ഭാഗത്ത് നല്ല കസേരകൾ 3-4 ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. നല്ല കസേര എന്ന് പറഞ്ഞാൽ ആ ഇടങ്ങേറായി ചായറിനെ അത്ര ഇടങ്ങേറില്ല. ഈ കസേരയിൽ ഒന്നിരിക്കുകയാണെങ്കിൽ ആ ചെറിയൊരു തുമ്പത്തിരുന്ന് ഇടങ്ങേറായി ചായറിനെ ആ ഇടങ്ങേറ് ഏതായാലും ഇവിടെ ഇരുന്നുണ്ടാവില്ല. സുഖമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാം. കാല് നീട്ടുമ്പോൾ മുന്നിലുള്ളവരെ കരുതിയാൽ മതി, അല്ലാത്ത എല്ലാ സൗകര്യവും കാണുന്നുണ്ട്. അതുകൊണ്ട് ഒന്നിങ്ങോട്ട് വന്ന് ആ കസേര ഭംഗിയാക്കണമെന്ന്, സദസ്സ് ഭംഗിയാക്കണമെന്ന് വളരെ വിനയത്തോടെ താഴ്മയോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദർശ വിശദീകരണത്തിന് ശേഷം സുതാര്യമായി എല്ലാവിധ സ്വാതന്ത്ര്യത്തോടും കൂടി സംശയ നിവാരണത്തിനുള്ള ഒരു സുവർണ അവസരം നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതായത് വസ്വാസ് ഉണ്ടാക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. അങ്ങാടികളിൽ, പീഡികത്തിണ്ണകളിൽ, കല്യാണ സദസ്സുകളിൽ, എന്തിനധികം മരണ വീട്ടിൽ പോലും. അതായത് ശൈത്താൻ എവിടെയൊക്കെ കടന്നു വരുമോ അവിടെയൊക്കെ വസ്വാസ് ഉണ്ടാക്കാൻ ആളുകൾ കുറെ ഉണ്ടാവും. ഇങ്ങനെയുള്ള വസ്വാസിലകപ്പെട്ട് എവിടെ നിൽക്കണം, ആരെ കൂടെ നിൽക്കണം, ആരൊക്കെയാണ് ഇപ്പൊ നേരെ പോണവരെന്ന് തിരിയാതെ എടങ്ങേറാകുന്ന കുറെ ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഏത് വിഷയത്തിലാണോ അവർക്ക് വസ്വാസ് വന്നിട്ടുള്ളത് ആ വിമർശനം നിൽക്കാൻ കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഹിദായത്തും സന്മനസ്സും പ്രദാനം ചെയ്യട്ടെ. ഒരു പരിഹാസവുമില്ലാതെ ആര് ചോദിച്ചാലും മാന്യമായ രീതിയിൽ അവർക്ക് വിഷയം മനസ്സിലാകുന്ന രീതിയിൽ മറുപടി പറയാൻ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് ശ്രമിക്കാവുന്നതാണ്. വിജയിക്കുകയും ചെയ്യും. കാരണം സുന്ദരമായ ഒരു ആദർശത്തിന്റെ വക്താക്കളാണ് നമ്മൾ. നമ്മളെപ്പോലെ സുന്നത്ത് ജമാഅത്ത് പറയാൻ നട്ടിലുള്ള ഒരാളെ കേരളത്തിൽ വേറെ കാണാൻ കഴിയില്ല.
ആരെങ്കിലും ആദർശ സമ്മേളനം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾക്ക് ചില നിബന്ധനകൾ വെക്കേണ്ടി വരും. ഇന്ന ചോദ്യം പാടില്ല, ഇന്ന ചോദ്യം പാടുള്ളൂ. ഇവിടെ ആ നിബന്ധനയൊന്നുമില്ല. നിങ്ങൾക്ക് വസ്വാസുള്ള സംശയമുള്ള ഏത് വിഷയവും ചോദിക്കാവുന്നതാണ്. ആ വസ്വാസ് ഇവിടുന്ന് തീർക്കണം. അതിന് നിങ്ങൾ ഈ സദസ്സ് ഉപയോഗപ്പെടുത്തണം എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾ ആയ നമ്മെ സംബന്ധിച്ചിടത്തോളം തോന്നിയ പോലെ ജീവിച്ച് ഏതെങ്കിലും കോലത്തിൽ മരിച്ചു പോവുക എന്ന ഒരു സംവിധാനമല്ല. വളരെ കുറഞ്ഞ കാലഘട്ടം, ഏതാനും ചില വർഷങ്ങൾ മാത്രമുള്ള തുച്ഛമായ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ ഫ്ലാറ്റ് നന്നായിരിക്കണം. അതായത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ നിൽക്കുന്ന സ്ഥലം നന്നായിരിക്കണം. ആ ഫ്ലാറ്റ് നന്നാകുമ്പോൾ മാത്രമാണ് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നത്, പ്രതിഫലം ലഭിക്കപ്പെടുന്നത്, ആഖിബത്ത് നന്നാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ അവസാനം നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ മതമായ, അള്ളാഹു അംഗീകരിച്ച മതമായി അള്ളാഹു അംഗീകരിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി വിവിധ കാലഘട്ടങ്ങളിലായി, വിവിധ നാടുകളിലായി, വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയമിച്ചു. ആദം നബി അലൈഹിസ്സലാം മുതൽ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തോടുകൂടെ ആ പ്രവാചക പരമ്പര അവിടെ അവസാനിച്ചു. ഇനി ഒരു പ്രവാചകനില്ല. അതുകൊണ്ട് തന്നെ 14 നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും നമ്മൾ ഇന്നും മുഹമ്മദിയ ഉമ്മത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലും മദീനയിലുമായി നടത്തിയ ദഅവത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു, പ്രചരിച്ചു. പക്ഷേ പിൽക്കാലത്ത് മുതത്തിൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തു. പല കാര്യങ്ങളിലും പ്രവാചകർ മുൻകൂട്ടി പ്രവചനം നടത്തിയിട്ടുണ്ട്. ചില ആളുകൾക്കൊക്കെ പറയാൻ കാരണം, ചില ആളുകൾക്കൊക്കെ ഒരു തോന്നലുണ്ടാകും, എന്താ സമസ്തന്റെ ആദർശത്ര പറയാൻ, ഇവിടെ വേറെ അതിനേക്കാണ് വലിയ ആദർശം പറയുന്ന ആൾക്കാർ വേറുണ്ടല്ലോ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തിനാണ് മുസ്ലിമീങ്ങൾ പരസ്പരം ആദർശ വൈപരീത്യത്തിന്റെ പേരിൽ പരസ്പരം സ്റ്റേജുകൾ കെട്ടുന്നത്? അല്ലെങ്കിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന്റെ ആദർശ പാപ്പരത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത് എന്തിനാ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളില്ലെങ്കിലും വിശ്വാസം ഉണ്ടാവും, ഇല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കാണ്ടാവും. ഓനതിന് നേരല്ല, അങ്ങനത്തെ ആൾക്കാർ വിശ്വാസം ഉണ്ടാവും. അതിനുള്ളൊരു മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ഇസ്രാഈല تفرقت على 72 ملة وتفترق أمتي على 73 ملة. ബനു ഇസ്രായേലുകാർ 72 ഗ്രൂപ്പുകളായി ഭിന്നിച്ചു, 72 വിഭാഗങ്ങളായി വേർപിരിഞ്ഞു. وتفترق أمتي على 73 ملة. പിന്നീട് എന്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി ചേരിതിരിയും. കുല്ലുഹും ഫിന്നാർ. അവർ എല്ലാവരും നരകത്തിൽ തന്നെ. ഇല്ലാ വാഹിദ, ഒരു വിഭാഗമൊഴികെ. എന്റെ സമുദായം 73 വിഭാഗമായി ഗ്രൂപ്പ് തിരിയും, ചേരിതിരിയും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ. ഈ 73 വിഭാഗത്തിൽ ഒരു വിഭാഗമല്ലാത്ത 72 നരകത്തിൽ പോകുന്നതാണെന്ന് ലോകത്തിന്റെ മുത്തേ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം വന്നപ്പോ സ്വഹാബാക്കൾ ചോദിച്ചു, ഖാലു മൻ ഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് നബിയെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിഭാഗമെന്ന് പറഞ്ഞ ഒരു വിഭാഗം ഏതാണ് നബിയെ? മറ്റൊരു ഹദീസിൽ മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ ആ ഒരു വിഭാഗം? ഖാല മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും എവിടെ നിന്നോ അവിടെ നിൽക്കുന്നവർ. ഒറ്റ മറുപടി, ഞാനും എന്റെ സ്വഹാബത്തും എവിടെ നിന്നോ അവിടെ നിൽക്കുന്നവർ, അവരാണ് സ്വർഗാവകാശികൾ. അപ്പൊ എല്ലാരും പറയും ഞങ്ങളാണ് ആ ആൾക്കാര് അല്ലേ? എല്ലാരും പറയും. അത് പരിശോധിക്കലാണെന്ന് നമ്മളെ പണി. അത് പരിശോധിക്കലാണെന്ന് നമ്മൾ എല്ലാവരും പറയും. സാക്ഷാൽ ചേകനൂർ ഇവിടെ വന്ന് പറഞ്ഞത് മാ അന അലൈഹി വഅസ്ഹാബി, ഞാനാണെന്നാ. സ്വഹാബികൾ മുഴുവൻ നിസ്കരിച്ചത് 5, മൂപ്പര് 3 നിസ്കരിച്ചാണ് പറഞ്ഞത്. എന്താ? റസൂലും സ്വഹാബത്തും നിന്നോർത്തുന്ന പാർട്ടി ഞങ്ങളാണ്, അല്ലെങ്കിൽ പറഞ്ഞ ഹദീസ് നോണയാണെന്നാ. ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളും പറയുന്നു അപ്പറഞ്ഞ കൂട്ടര് നമ്മളാണ്. നമുക്ക് നോക്കാം, കേരളത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ കേരളത്തിലുള്ള അന്തരീക്ഷത്തിൽ കേരളത്തിലുള്ള പശ്ചാത്തലം വെച്ച് നമുക്ക് സംസാരിക്കാം. കേരളത്തിൽ ഇസ്ലാമിന്റെ ആഗമനം എന്ന് മുതല എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ദീനി ദഅവത്തുമായി കഴിഞ്ഞുകൂടുന്ന കാലം കേരളത്തിൽ പള്ളി പൊന്തിയിട്ടുണ്ട് മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ. ആയിരത്തി 400 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ പള്ളി ഉണ്ടായിട്ടുണ്ട്. തങ്ങളുടെ കാലഘട്ടത്തിൽ ഇവിടെ ദീൻ കടന്നു വന്നിട്ടുണ്ട് എന്ന് ചുരുക്കം. കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന ബാണപ്പെരുമാൾ എന്ന് പറയുന്ന പെരുമാക്കന്മാര് ധാരാളം ഉണ്ടായിരുന്നു. ബാണപ്പെരുമാൾ എന്ന് പറയുന്ന പെരുമാൾ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഹിന്ദുമതം വിട്ട് ബുദ്ധമതത്തിലേക്ക് ചേക്കേറുകയും ബുദ്ധമതവും അന്നത്തെ ബ്രാഹ്മണ മത പുരോഹിതന്മാരും തമ്മിലൊരു വാദപ്രതിവാദം നടക്കുകയും വാദപ്രതിവാദത്തിൽ പരാജയപ്പെട്ട പണ്ഡിതന്മാരുടെ നാക്കറുത്ത് നാട് കടത്തണമെന്ന കരാറോടുകൂടെ നടന്ന വാദപ്രതിവാദത്തിൽ ബുദ്ധ പണ്ഡിതന്മാർ പരാജയപ്പെടുകയും ബുദ്ധന്മാരെ നാട് കടത്തപ്പെടുകയും രാജാവിനുള്ള ജനസ്വാധീനം കുറയുകയും ബ്രാഹ്മണന്മാരുടെയും നമ്പൂതിരിമാരുടെയും ഇടയിൽ രാജാവ് അപകീർത്തിപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം. താൻ ഒരു ഏത് ആദർശത്തിൽ നിൽക്കണമെന്ന് അദ്ദേഹത്തിന് ഒരു ആദർശപരമായ സമാധാനമില്ലാത്ത ആത്മീയമായ സമാധാനമില്ലാത്തൊരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയ ഷെയ്ഖ് സഹറുദ്ദീൻ ഇബ്നു തഖിയുദ്ദീൻ എന്നവർ അദ്ദേഹത്തിന്റെ കൂടെ 2-3 പേരും ശ്രീലങ്കയിലേക്ക് കച്ചവടത്തിന് പോവുകയാണ്. അറബികൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളവുമായി ബന്ധമുണ്ട്, ഇത് ചരിത്രമാണ്. ശ്രീലങ്കയിലേക്ക് സിലോണിലേക്ക് കച്ചവടത്തിന് പോകുന്ന സഹറുദ്ദീൻ ഇബ്നു തഖിയുദ്ദീൻ എന്ന് പറയുന്ന ആ മഹാൻ കേരളം അവരുടെ ഇടത്താവളമായ കേരളത്തിലിറങ്ങി. രാജാവ് അവരെ സ്വീകരിച്ചു. രാജാവിനോട് വിഷയങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവർ പരിചയപ്പെടുത്തി. രാജാവിന് വലിയ താല്പര്യം തോന്നി. രാജാവ് പറഞ്ഞു, സിലോണിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇതിലൂടെ വരണം, ഞാനും നിങ്ങളുടെ കൂടെ മദീനയിലേക്കുണ്ട്, എനിക്കും നിങ്ങളുടെ പ്രവാചകനെ കാണണം. അങ്ങനെ സഹറുദ്ദീൻ ഇബ്നു തഖിയുദ്ദീൻ എന്ന മഹാനും അദ്ദേഹത്തിന്റെ അനുചരന്മാരും സിലോണിൽ നിന്ന് മടങ്ങി വരുമ്പോൾ കേരളത്തിലിറങ്ങി ബാണപ്പെരുമാളെ കണ്ടു. കൂടെ അദ്ദേഹവും യാത്ര ചെയ്തു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ചെന്നു. പരിശുദ്ധമായ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. 17 ദിവസം ഹബീബിന്റെ കൂടെ താമസിച്ച ശേഷം എന്റെ നാട്ടിൽ ദീനറിയാത്ത മതമറിയാത്ത ജാതീയതയുടെ പേരിൽ പരസ്പരം കടിച്ചു കീറുന്ന എന്റെ നാട്ടിലും ദീനിന്റെ ദഅവത്ത് നടക്കണം, അവിടെയും ദീനിനെ പരിചയപ്പെടുത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് ബാണപ്പെരുമാൾ എന്ന നമ്മുടെ പൂർവ്വ രാജാവ് അവിടെ ചെന്ന് താജുദ്ദീൻ എന്ന പേര് സ്വീകരിക്കുകയും ഇസ്ലാമിലേക്ക് വന്ന അദ്ദേഹം മടക്കയാത്രയിൽ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, ഹബീബ് ഇബ്നു മാലിക് തുടങ്ങിയ സ്വഹാബികളെ കൂടെ കൂട്ടുകയും പരിശുദ്ധമായ ദീനിന്റെ ദഅവത്ത് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി കേരളത്തിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. വഴിയിൽ വെച്ച് അദ്ദേഹം വിട പറഞ്ഞു. അദ്ദേഹം വഫാത്തായി സലാലയിൽ വെച്ച്. ഇന്നും അവിടെ അദ്ദേഹത്തിന്റെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നു. ബാക്കിയുള്ളവർ കേരളത്തിലേക്ക് വന്നു. കേരളത്തിൽ ദീനിന്റെ ദഅവത്ത് സുന്ദരമായി നടന്നു. അതായത് അന്ന് കേരളത്തിലുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ജാതീയതയുടെ പേരിലുള്ള പരസ്പരം പോരടിയാണ്. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനെ, ഈഴവ ജാതിയിൽപ്പെട്ടവൻ നടന്നു പോകുമ്പോൾ അവന്റെ പിന്നിൽ ഒരു ചൂല് കെട്ടിത്തൂക്കണമായിരുന്നുവത്രേ. അവൻ നടന്നുപോയ അവന്റെ ചവിട്ടടികൾ പതിഞ്ഞ ഭാഗം അശുദ്ധമായി പോയി. ആ ഭാഗം അവന്റെ ചൂല് കൊണ്ട് തൂത്ത് വൃത്തിയാക്കാൻ. താഴ്ന്ന ജാതിക്കാരൻ നടക്കുകയാണെങ്കിൽ അവന്റെ കഴുത്തിലൊരു മൺപാത്രം കെട്ടിത്തൂക്കണമത്രേ. അവന് നിലത്തേക്ക് തുപ്പാനുള്ള സ്വാതന്ത്ര്യമില്ല. അവൻ തുപ്പുകയാണെങ്കിൽ ഉമിനീര് പുറത്തു തള്ളുകയാണെങ്കിൽ അത് ഈ മൺപാത്രത്തിലേക്ക് തള്ളണം. തുപ്പാൻ വേണ്ടി ഒരു പാത്രം കൗത്ത് കെട്ടിയെടുക്കും. സംസ്കാര സമ്പന്നരെന്ന് നമ്മൾ അഹങ്കരിക്കുന്ന കേരളത്തിന്റെ പൂർവ്വ ചരിത്രത്താളുകളിൽ പരിശോധിച്ചാൽ കാണുന്ന യാഥാർത്ഥ്യം, ആട്ടം വിലക്കും വഴിയാട്ടും മറ്റും ഇക്കൂട്ടർ സഹിച്ചു പുറൂതി മുട്ടി. വിട്ടതാം ഹിന്ദു മതം ജാതിയിൽ താനെ കെട്ടുകഴിഞ്ഞ നമ്പൂതിരി മതം. കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്നുവൻ കാഴ്ചീറും തിരകൾ കടന്നോ. ഹിമാലയമേറിയോ വന്നവരേറെയില്ല. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കണ്ടൊരഴച്ചെറോമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രമവനെത്തി ചാരത്തടുത്തിടാം. തെല്ലും ഭയക്കേണ്ട തമ്പുരാരെ. കുമാരനാശാൻ മലയാളമാണ്, ഞാൻ ഇത് പരിഭാഷപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ജാതീയതയുടെ പേരിൽ പരസ്പരം അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം, സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട ഒരു വിഭാഗം. എത്രത്തോളം മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണോ, നമ്മുടെ പൂർവീകരായ സഹോദരിമാർ, താഴ്ന്ന ജാതിയിൽപ്പെട്ട സഹോദരിമാർ, അവർ നടന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ അവരുടെ സ്ഥലം മറക്കാൻ പോലും ഇവിടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് പരിശുദ്ധമായ ദീനിന്റെ സാഹോദര്യത്തിന്റെ സന്ദേശവുമായി, മഹിതമായ ഐക്യത്തിന്റെ സന്ദേശവുമായി, സഹവർത്തിത്വത്തിന്റെ സന്ദേശവുമായി മാലിക് റളിയല്ലാഹു അൻഹുവും ഹബീബ് ഇബ്നു മാലിക്കും അടങ്ങുന്ന ഈ സംഘം കേരളത്തിൽ വന്ന് കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങുന്നത്. ഇവര് സ്വാഭാവികമായിട്ട് ഇസ്ലാമിലേക്ക് വരൂലേ? കുമാരനാശാൻ പറഞ്ഞ പോലെ ആരെങ്കിലും പോയി മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ ഓന് പിന്നെ എവിടെയും കയറിയിരിക്കാം. സമൂഹത്തിൽ വലിയ മാന്യത കൽപ്പിക്കപ്പെട്ടിരുന്നു. ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി. വാളുകൊണ്ട് പ്രചരിച്ചു എന്നൊക്കെ പറയണത് അത് അവനാന് പാർട്ടി ഉണ്ടാക്കാനും ഗ്രൂപ്പ് ഉണ്ടാക്കാനുമാണ്. വാളുകൊണ്ടല്ല ഇസ്ലാം പ്രചരിച്ചതെന്ന് പറഞ്ഞാൽ പല സംഘടനകളും പിരിച്ചുപെടേണ്ടി വരും. ആ വാളുകൊണ്ടാന്ന് പറഞ്ഞുണ്ടാക്കണം. അങ്ങനെ ഒരു വാള് ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഉള്ള ആളുകളുടെ സ്ഥിതി അങ്ങനെയായിരുന്നു. അവർ ഇസ്ലാമിലേക്ക് ഒഴുകാൻ തുടങ്ങി. മാത്രമല്ല ഔലിയാക്കളുടെ മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്ത് ഇത് കണ്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് ഒഴുകുകയായിരുന്നു കേരളത്തിൽ. ഇതാണ് കേരളത്തിലെ ഇസ്ലാമിന്റെ തുടക്കം. ഇത് റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്താണ് കേരളത്തിൽ ഇസ്ലാം എത്തുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒന്നാമത്തെ ഇസ്ലാം, കേരളീയ ഇസ്ലാമിന്റെ പൈതൃക ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന ആ സംഘത്തിന്റെ ദഅവത്താണ്. ശേഷം കേരളത്തിന്റെ മുസ്ലിം പൈതൃകം എത്തി നിൽക്കുന്നത് കേരളത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഇസ്ലാമിന്റെ ചൈതന്യം വീശിയ കേരളീയ മണ്ണിൽ ഈ മുസ്ലിമീങ്ങളെ വൈജ്ഞാനിക വിപ്ലവത്തിലൂടെ വിദ്യാസമ്പന്നരാക്കണം. മുസ്ലിമീങ്ങളെ യമനിലെ മഴ കേരളത്തിൽ വന്നവർ
തമിഴ്നാട്ടിലെ കീഴക്കരയിലും മറ്റുമായി ഇസ്ലാമിന്റെ ദഅവത്തുമായി ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തിയിരുന്നവർ. പിന്നീട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം ഇബ്നു അഹ്മദ് മഅബരി എന്നവർ കൊച്ചിയിൽ ഖാളിയായി വരികയും പൊന്നാനിക്കാർ അദ്ദേഹത്തെ പോയി ക്ഷണിക്കുകയും പൊന്നാനിക്കാരുടെ ക്ഷണം സ്വീകരിച്ച് ഷെയ്ഖ് ഇബ്രാഹിം ഇബ്നു അഹ്മദ് മഅബരി പൊന്നാനിയിൽ ഖാളി സ്ഥാനമേൽക്കുകയും ചെയ്തു. ഇസ്ലാമിന് പോയി ഇസ്ലാം അവരും കൂടെ അടുത്തു തുടങ്ങി. ഈ സയ്യിദ് ഇബ്രാഹിം ഇബ്നു അഹ്മദ് മഅബരി എന്നവരുടെ പുത്രൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഗസാലിയുടെ പുത്രനാണ് ഇന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ വീടുകളിൽ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, വീട്ടിലൊരു മുസീബത്ത് വരുമ്പോ, നാട്ടിലൊരു പ്രശ്നം വരുമ്പോ നമ്മുടെ വീടുകളിൽ നമ്മൾ കൂടിയിരുന്ന് ചൊല്ലാറുള്ള മങ്കൂസ് മൗലിദുണ്ടല്ലോ. ഈ മങ്കൂസ് മൗലിദിന്റെ രചയിതാവ് അതുപോലെ ലോകപ്രസിദ്ധമായ 158 ബൈത്തുകളാണെങ്കിലും ലോകപ്രസിദ്ധമായ അറബി മിമ്പറുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന മനോഹരമായ കാവ്യങ്ങളിലൂടെ തസവൂഫിന്റെ ആഴിയിലേക്ക് മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോയ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം ഈ ഇബ്രാഹിം ഇബ്നു അഹ്മദ് മഅബരിയുടെ പുത്രൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഗസാലി എന്നവരുടെ മുഹമ്മദ് ഗസാലിയുടെ പുത്രനാണ്. ഇബ്രാഹിം അഹ്മദ് മഅബരിയുടെ സഹോദരൻ മുഹമ്മദ് ഗസാലിയുടെ പുത്രൻ. ഇനി അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ പുത്രന്റെ പുത്രനാണ് ഇന്ന് നമ്മൾ ബഹുമാനപ്പെട്ട ഫതുഹുൽ മുഈനിന്റെ മുസന്നിഫ്, ശാഫിഈ മദ്ഹബിൽ കർമ്മശാസ്ത്രത്തെക്കുറിച്ചൊരു പെട്ടെന്നൊരാൾക്കൊരു മസ്അല കിട്ടണമെങ്കിൽ എടുത്തു നോക്കാൻ പറ്റുന്ന കിതാബ് ഫതുഹുൽ മുഈനിന്റെ മുസന്നിഫ് ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ച സൈനു കൊണ്ടുവരുന്ന നടത്തുന്ന കാലഘട്ടത്തിൽ അറേബ്യൻ നാടുകളിൽ നിന്ന് പോലും അടികളുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇസ്ലാമിക ചൈതന്യം എത്രയായിരുന്നു. പിന്നീട് മുസ്ലിം കൈരളിയുടെ പൈതൃകം എത്തി നിൽക്കുന്നത് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങന്മാരിലാണ്, ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാലി തങ്ങളിലാണ്. പ്രവാചക പ്രേമത്തിന്റെ പര്യായമായ ബഹുമാനപ്പെട്ട ഉമർ ഖാലി റളിയല്ലാഹു അൻഹു. ഈ 3 കാലഘട്ടം ഞാൻ പറഞ്ഞു, ഇത് മൂന്ന് പശ്ചാത്തലമാണ്. ഒന്ന്, ആദ്യം മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു, അന്ന് മുസ്ലിം ല്ലാത്തൊരു നാട്ടിലുള്ള ആളുകളെ ജീവിച്ചിട്ടുണ്ട്, പലതും നടന്നിട്ടുണ്ട്. ഈ കേരളീയ മുസ്ലിമീങ്ങൾ വിജ്ഞാനം കൊണ്ട് നിറച്ചത് പ്രഭുമാരാ. സകല സ്ഥലങ്ങളിലും ദർസ് തുടങ്ങി, ഇൽമ നിറച്ചുകൂടെ. മമ്പുറം തങ്ങളുപ്പാപ്പാന്റെയും ബഹുമാനപ്പെട്ട ഉമർ ഖാലി തങ്ങളുടെയും കാലഘട്ടം എന്ന് പറയുന്നത് വൈദേശിക ഉമ്മത്തിന് പുറന്ന് ഉമാണിയടിച്ച ബീപ്പയുടെ ഉള്ളിൽ അദ്ദേഹത്തെ അടച്ചിട്ട് റോട്ടിലൂടെ ഉരുട്ടിയത്രേ, പലപ്പോഴും ജയിലിലടച്ചുവത്രേ ബഹുമാനപ്പെട്ട ഉമർ ഖാലി തങ്ങളെ. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുപ്പാപ്പയും ഉമർ ഖാലി തങ്ങളൊക്കെ ജീവിക്കുന്ന കാലഘട്ടം അങ്ങനെയാണ്. പിന്നീട് ഇസ്ലാമിന്റെ പൈതൃകം എത്തി നിൽക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലാണ്. അതും ഒരു പ്രത്യേക സാഹചര്യമാണ്. ഇവിടെ ഉടലെടുത്ത ബ്രിട്ടീഷുകാരന്റെ നരനായാട്ടുകൊണ്ട് ഇവിടെ പൊറുതമുട്ടിയ മുസ്ലിമീങ്ങളെ ഏകോപിപ്പിച്ച് സംഘടിപ്പിച്ച് ഇവിടെ
രൂപപ്പെട്ട ഖിലാഫത്ത് പ്രസ്ഥാനം കളിലെ മാപ്പിളർന്ന വക്കം മൗലവിയെ പോലുള്ള ആളുകൾ, ഇവരൊക്കെ ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി തങ്ങളും ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അവരൊരു പ്രഖ്യാപനം നടത്തുന്നത്. കേരളത്തിൽ അവിടെയുള്ള മൂല്യന്മാരോട് ചോദിക്കണം എന്ന് പറഞ്ഞു. ഉണ്ടാക്കാനുള്ള ആദ്യ ആലോചന നടക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ മറ്റു പല കളികളുണ്ട്. അതായത് ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ ലഹളയിലേക്ക് പിടിച്ചിറക്കി കൊണ്ടുവരാൻ വേണ്ടി ഘോരമായി പ്രഭാഷണം നടത്തിയ പല മൗലവിമാരും ബ്രിട്ടീഷുകാരുടെ നിറത്തോക്കുകൾക്ക് മുമ്പിൽ പാവപ്പെട്ട മുസ്ലിം യുവാക്കളെ എറിഞ്ഞു കൊടുത്തതിന്റെ ശേഷം ഇവിടെ നിന്നും തിരുവിതാംകൂറിലേക്ക് വണ്ടി കയറിയ ഒരു സ്വകാര്യ കഥ ഉണ്ട്. കയ്യിലുണ്ടാവില്ല. ഇത് 21 നടന്നതാ. ചരിത്രം അങ്ങനെ മനസ്സിലാക്കുക. ആ വണ്ടി കയറി ജമാലുദ്ദീൻ അഫ്ഗാനി മാസൂണിസ്റ്റ് ആയിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ സമകാലികരായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ജൂതന്മാരുടെ കളിപ്പാവയായിരുന്നു. ജൂതന്മാർ അങ്ങനെ ചെയ്യും. മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന ഐക്യത്തോടെ ഭദ്രതയിൽ ജീവിക്കുന്ന ഒരു നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ജൂതന്മാർ ആ നാട്ടുകാർക്കിടയിൽ അവരുടെ നാണയത്തുട്ടുകൾക്ക് മനം മറിയുന്ന പണ്ഡിതന്മാരുണ്ടോ എന്ന് വീക്ഷിക്കുകയും ഉണ്ടെങ്കിൽ അവരെ വിലക്കെടുക്കുകയും അവരെ കൊണ്ട് മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്യുക. ജമാലുദ്ദീൻ അഫ്ഗാനിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ സമകാലികരായി എഴുതി വെച്ചത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഇവർ എഴുതി വെച്ച പ്രബന്ധങ്ങൾ വായിക്കാനുള്ളവരെയും അതിൽ ഉത്തരവുകയും അത് പ്രചരിപ്പിക്കാനാണ് പ്രയോജനം വേണ്ടി ഇവിടെ ഒരു പുതിയ സംഭാഷണത്തെ കുറിച്ച് അവരിവിടെ ഇവരുടെ പിന്നിലുള്ള ചെറു മനസ്സിലാകാതെ സംഘടന സ്വീകരിച്ചപ്പോൾ അവർക്ക് യോഗത്തിൽ പങ്കെടുക്കുകയും എന്നാൽ ഇവിടെ പോയി നോക്കിയാൽ, സൂക്ഷ്മമായൊന്ന് പരിശോധന നടത്തിയാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, ഇത് മസ്ജിദുൻ നബവിയുടെ മിഹ്റാബ് പോലെയുണ്ടല്ലോ, ഇത് മസ്ജിദുൻ നബവിയുടെ മിമ്പർ പോലെയുണ്ടല്ലോ. അതായത് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു നബി റസൂലുള്ളാഹി ഉണ്ടാക്കിയ റസൂലുള്ളാഹിക്ക് നിർമ്മിക്കപ്പെട്ട റസൂലുള്ള ഖുത്ബയുടെ മിമ്പർ, അവിടെ നിസ്കരിച്ച മിഹ്റാബ് അത് അതേമാതിരി ഇവിടെ ഉണ്ടാക്കി. അതിൽ പോലും അവര് സ്വന്തമായി ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? പഴയ പള്ളിന്റെ നമ്മളെ മിഹ്റാബില്ലേ, ആ ചെറിയ മിഹ്റാബ്, ഇമാമിന് ഫുള്ള് നിൽക്കാൻ കഴിയില്ല. ഇമാമ് പുറത്തു നിൽക്കും, ഒരു ചെറിയ ചുമരിന്റെ അവിടെ അല്ലേ. നിങ്ങൾക്ക് പഴയ പള്ളിയൊക്കെ പൊളിച്ച് നമ്മളൊക്കെ വാർത്തില്ലേന്. ആ മിഹ്റാബ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. പഴയ ആൾക്കാർക്ക് മനസ്സിലാവും. ഈ മിഹ്റാബ് റസൂലുള്ളാഹി നിസ്കരിച്ച മിഹ്റാബ് ഇന്നും മദീനത്തെ പള്ളിയിലാ തന്നെ. അതുപോലും അവരിവിടെ അതേമാതിരി ഉണ്ടാക്കി. അതായത് ആ ദീൻ അങ്ങനെ തന്നെ അവിടെ കൊടുന്നു. പക്ഷെ ഇവിടെ വേറൊരു കാര്യം നമ്മൾ സാന്ദർഭികമായി പറയട്ടെ. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു കൊടുങ്ങല്ലൂർ മുതൽ കാസർഗോഡ് വരെ നിർമ്മിച്ച പള്ളികളിൽ ഒരു പള്ളിയിലും സ്ത്രീകൾക്ക് നിസ്കരിക്കുവാനുള്ള ഒരു പ്രത്യേക ഹാള് നിർമ്മിച്ചത് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ ഉണ്ടാക്കിയതാ, നമ്മളല്ല ഇപ്പൊ ഉണ്ടാക്കിയതാണ്. പള്ളിന്റെ ഇത് ഓൺലി ലേഡീസ്, ഇത് സ്ത്രീകൾക്ക് പ്രത്യേകമായുള്ള ബാത്റൂമാണ്, ഇത് സ്ത്രീകൾക്ക് പ്രത്യേകമായുള്ള നിസ്കരിക്കാനുള്ള സ്ഥലമാണ്. ഇതൊക്കെ പുറത്താലത്തുണ്ടായതാണ്. അത് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു കൂട്ടം നിർമ്മിച്ച പള്ളിയിലൊന്നും അതില്ല.
മനസ്സിലാവുണ്ടോ? ഈ അവിടെ നിന്നിങ്ങോട്ട് തുടർന്നു പോന്ന പൊന്നാനി മഖദൂമുമാരിലൂടെ കടന്നു വന്ന, മമ്പുറം തങ്ങന്മാരിലൂടെ കടന്നു വന്ന, ആലി മുസ്ലിയാരിലൂടെ കടന്നു വന്ന, വാരിയം ത്തിലൂടെ കടന്നു വന്ന കേരളീയ മുസ്ലിം പൈതൃകം, ഈ മുസ്ലിം പാരമ്പര്യത്തിൽ ജീവിച്ചവർ മുഴുവനും മുശ്രിക്കുകളാണ്. അവർ തൗഹീദിൽ തെറ്റുപറ്റി എന്ന് പറയാൻ കേരളത്തിൽ ആദ്യമായി സംഘടന രൂപീകരിച്ചു വക്കം മൗലവിയും ഒക്കെ ഇവിടെ ഏറിൽ വെച്ച് അവർ പ്ലാൻ തയ്യാറാക്കുകയും രൂപീകരിക്കുകയും ചെയ്ത ഐക്യ സംഘം എന്ന പേരിൽ സംഘടനയുണ്ടാക്കി പിന്നീട് കേരള ജംഇയ്യത്തുൽ ഉലമയാക്കി മാറ്റി. ആ സംഘടന ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രഖ്യാപിച്ചപ്പോ ബഹുമാന്യരായ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ അവരതിൽ നിന്ന് തടിയൂരി, അവർ പിന്നോട്ട് പോയി. അതായതെന്ത്? ഇവിടെ ജീവിച്ച മഹാന്മാരായ മുൻഗാമികളെ മുശ്രിക്കുകൾ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അത് ഒരാൾ മുശ്രിക്കല്ലാത്ത, ശിർക്ക് ചെയ്യാത്ത ഒരാളെ കുറിച്ച് മുശ്രിക്കെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ ഒരാളെ കുറിച്ച് മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ആ ശിർക്ക് ആരോപണം തന്നിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന പരിപൂർണമായ ബോധ്യമുള്ളവരാണ് നമ്മുടെ ആലിമീങ്ങൾ. മുശ്രിക്കല്ലാത്ത ഒരാളെ കുറിച്ച് മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ആ ശിർക്ക് തന്നിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് ബോധ്യമുള്ളവരാണ് നമ്മുടെ പണ്ഡിതന്മാർ. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു? പൂർവികര് മുശ്രിക്കുകളാണെന്ന് പറയാൻ പാടില്ല, പൂർവികർക്ക് തൗഹീദിൽ തെറ്റുപറ്റി എന്ന് പറയാൻ പാടില്ല. അവരൊക്കെ സാത്വികരായ പണ്ഡിതന്മാരാണ്, അവരൊക്കെ സാത്വികരായ സൂഫിയാക്കളാണ്, അവരെ മുശ്രിക്കുകളെന്ന് പറയാൻ സാധ്യമല്ല. നമ്മുടെ ആലിമീങ്ങൾ ഇന്ന് മാറി നിന്നു. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഈ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച് ഇന്ന് പലപ്പോഴും പല കോലത്തിലും സൗകര്യം പോലൊക്കെ സലഫികൾ എന്നോ സ്വലാഹികൾ അല്ലെങ്കിൽ ഇസ്ലാഹികളെന്നോ അല്ലെങ്കിൽ മുജാഹിദുകളെന്നൊക്കെ പേര് പലപ്പോഴും സൗകര്യം പോലെ തോന്നിയവർക്കൊക്കെ തോന്നിയ കോലത്തിൽ പറഞ്ഞു നടക്കുന്ന വിഭാഗം, അവരുടെ ഇടയിൽ ആഭ്യന്തര യുദ്ധമുണ്ടായപ്പോൾ അവരും ഇത് സമ്മതിക്കാൻ തുടങ്ങി, അവരും ഇത് പറയാൻ തുടങ്ങി. തന്നെക്കുറിച്ച് മുശ്രിക്കാണ് എന്ന് മറ്റുള്ള ആളുകൾ സ്വന്തം പറഞ്ഞപ്പോൾ അവർക്ക് നൊന്തു. നമ്മൾ പറഞ്ഞു നമ്മുടെ പൂർവീകരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല, അവരൊക്കെ മരിച്ചു പോയപ്പോൾ മരണപ്പെടുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവർത്തിച്ചുറക്കെ ചൊല്ലി മരിച്ചുപോയ മഹാന്മാരാ, അവരെ കുറിച്ച് മുശ്രിക്കെന്ന് പറയല്ല, അതിനു വേണ്ടി സംഘടനയുണ്ടാക്കല്ല. അവർക്ക് അപ്പോഴൊന്നും അവർക്ക് വേദനിച്ചില്ല, നൊന്തില്ല. എന്തിനധികം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. സ്വന്തം പിതാവ് മുശ്രിക്കായി ജീവൻ പോയി എന്ന് ഒരു വാപ്പർ മകനുണ്ട്. ആ മകൻ മുജാഹിദാണ് അല്ലെങ്കിൽ ജമാഅത്തുകാരനാണ്. ആ മകൻ ആകെ അവന്റെ വാപ്പാനെ കുറിച്ച് പറയുന്നത് എന്താ? എന്റെ ഉപ്പ മുശ്രിക്കായി ജീവൻ പോയി അല്ലേ? അതായത് ഇവര് ശിർക്കിലായിരുന്നു എന്നല്ലേ? അവരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരത് സമ്മതിച്ചു. സക്കരിയ സ്വലാഹി എന്ന് പറയുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ വായാടിയായ പ്രഭാഷകൻ, അദ്ദേഹത്തെക്കുറിച്ച് മറ്റു പലരും അദ്ദേഹം മുശ്രിക്കാണ്, ശിർക്കിലാണ് എന്ന് പറഞ്ഞപ്പോൾ വേദനയോടുകൂടെ അദ്ദേഹം പ്രതികരിക്കുന്ന ഒരു രംഗുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾ അതൊന്നും കണ്ടോളി. സക്കരിയ സ്വലാഹി അദ്ദേഹത്തെക്കുറിച്ച് മുശ്രിക്കാണെന്ന് 11 മറ്റുള്ള ആളുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വേദനയോടുകൂടെ, ഹൃദയവേദനയോടുകൂടെ അദ്ദേഹം പ്രതികരിക്കുന്ന ഒരു രംഗം കേട്ടു. നമുക്കറിയാം, നാം ഒരാളുടെ മേൽ ശിർക്ക് ആരോപിച്ചാൽ അയാൾ ചെയ്യുന്നതും വിശ്വസിക്കുന്നതും യഥാർത്ഥത്തിൽ ശിർക്ക് അല്ലെങ്കിൽ ആരോപിച്ചവരിലേക്ക് ആ ആരോപണം തിരിച്ചു വരും. ഒന്നുകൂടെ വന്നിട്ടുണ്ട്. നമുക്കറിയാം, നാം ഒരാളുടെ മേൽ ശിർക്ക് ആരോപിച്ചാൽ അയാൾ ചെയ്യുന്നതും വിശ്വസിക്കുന്നതും യഥാർത്ഥത്തിൽ ശിർക്ക് അല്ലെങ്കിൽ ആരോപിച്ചവരിലേക്ക് ആ ആരോപണം തിരിച്ചു വരും. ബഹുമാനപ്പെട്ട മഹാന്മാരായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മുതൽ കേരളത്തിൽ 1920 വരെ ജീവിച്ച മുഴുവൻ മുസ്ലിമീങ്ങളും മുസ്ലിം നേതാക്കന്മാരും ഔലിയാക്കളും ആരിഫീങ്ങളും അവർക്കൊക്കെ തൗഹീദിൽ പിഴച്ചു എന്ന് നാളിതുവരെ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചു നടന്ന മുജാഹിദ് വിഭാഗത്തിന്റെ സാധാരണക്കാരായ പ്രവർത്തകരോട് വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, മാലിക് ഇബ്നു ദീനാറിനെ തൗഹീദിൽ പിഴച്ചു എന്ന് നിങ്ങൾക്ക് സമ്മതിക്കുമോ?
ബഹുമാന്യരായ പൊന്നാനി മഖ്ദൂമാർക്ക് തൗഹീദിൽ പിഴച്ചു എന്ന് പറയാനൊക്കുമോ? മഹാന്മാരായ മമ്പുറം തങ്ങളുപ്പാപ്പാക്ക് തൗഹീദിൽ പിഴച്ചു എന്ന് പറയാനൊക്കുമോ? ഇല്ലെങ്കിൽ അവർ മുഴുവൻ ശിർക്കിലായിരുന്നു, അവർക്ക് തൗഹീദ് തിരിഞ്ഞില്ല, അവർ മാലയുണ്ടാക്കിയവരാണ്, മൗലൂദുണ്ടാക്കിയവരാണ് എന്ന് നിങ്ങൾ പറയുമ്പോ, അവരുടെ മേലിൽ ശിർക്ക് ആരോപിക്കുമ്പോ ആരാണ് സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ മുശ്രിക്കുകളാകുന്നത്? ചിന്തിച്ചാ മതി. നമ്മൾ ആരോപിക്കണില്ല, ഇത് നമുക്കും ബാധകല്ലേ? അപ്പൊ നമ്മൾ ആരോപിക്കണില്ല, നിങ്ങൾ ആലോചിച്ചാ മതി. ഇപ്പറഞ്ഞത് ഓരെ കുറിച്ച് പറയുമ്പോ നമ്മൾ മുമ്പേ ചോദിച്ചതാണ്. നമ്മുടെ ആലിമീങ്ങൾ, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, അവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ്, അവരെ കുറിച്ചൊന്നും അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അന്നവർക്കത് അംഗീകരിക്കാൻ സാധിച്ചില്ല. അന്നവർ നിർഭയം നമ്മുടെ പൂർവീകരായ ആളുകളെ കുറിച്ച് ആരോപണം വീണ്ടും വീണ്ടും പൂർവാധികം ശക്തിയോടെ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. ഈ 3 കാലഘട്ടം 4 കാലഘട്ടം മാലിക്കുൽ ദീനാറിന്റെ കാലഘട്ടം, മഖ്ദൂമുമാരുടെ കാലഘട്ടം, മമ്പുറം തങ്ങളുപ്പാപ്പാന്റെ കാലഘട്ടം, ഉമർ ഖാലി തങ്ങളുടെ കാലഘട്ടം, അതിനുശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാലഘട്ടം. ഞാൻ പറഞ്ഞുവല്ലോ, കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച് മുൻഗാമികളുടെ തൗഹീദിനെ കുറിച്ച് ആക്ഷേപം പറഞ്ഞപ്പോൾ, അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയപ്പോൾ, നമ്മുടെ ആലിമീങ്ങൾ സംഘടിത രൂപത്തിൽ നമ്മുടെ ആലിമീങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ പന്ഥാവിലൂടെ നടന്നു പോന്നിരുന്നവരുടെ പ്രചരണത്തിൽ ശരിയായ പന്ഥാവിലൂടെ ജീവിച്ചു പോന്ന മുഅ്മിനീങ്ങളുടെ ഇടയിൽ വസ്വാസാക്കിക്കൊണ്ട് സംഘടിത രൂപത്തിൽ ഇവിടെയുള്ള കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകൾ പ്രചരണം നടത്തിയപ്പോൾ നമ്മളും സംഘടിത രൂപത്തിൽ അതിനെ അതിനെതിരെ പ്രതികരിച്ചില്ല എങ്കിൽ ഇവിടെയുള്ള മുഅ്മിനീങ്ങളുടെ ഈമാൻ തകർന്നു പോകും, അവരുടെ വിശ്വാസം തകർന്നു പോകും, അവരൊക്കെ ബിദ്അത്തിലേക്ക് ആപതിക്കുമെന്ന് മനസ്സിലാക്കിയ ആ കാലഘട്ടത്തിലുള്ള തലയെടുപ്പുള്ള പണ്ഡിതന്മാർ, തലയെടുപ്പുള്ള സയ്യിദന്മാർ, അവര് യോഗം ചേർന്നു, കോഴിക്കോട് യോഗം ചേർന്നു. 926 അവരൊരു സംഘടനയ്ക്ക് രൂപം നൽകി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇന്ന് നമ്മൾ ചുമക്കുന്ന പതാകയുടെ നമ്മളെ നയിച്ച മഹാന്മാർ, നമുക്ക് നേതൃത്വം നൽകിയ മഹാന്മാർ, ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും സമയവും നമ്മൾ ചെലവഴിക്കുന്നത്, ഈ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവമാണ് കോഴിക്കോട് വെച്ച് നടക്കുന്നത്. ആരാണ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്? ആ കാലഘട്ടത്തിലുള്ള കുത്തുബായ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പ. ആരാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ? പുതിയങ്ങാടിക്കാര് തങ്ങളുപ്പാപ്പാനെ വന്ന് കണ്ടു. തങ്ങളെ, ഞങ്ങൾക്ക് മത്സ്യബന്ധനം നടത്താൻ സാധിക്കുന്നില്ല, കടൽ ക്ഷോഭിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവിടെ നിന്നൊരു പരിഹാരം കാണണം. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പുതിയങ്ങാടി കടപ്പുറത്തേക്ക് വന്നു. ആർത്തലച്ചു വരുന്ന അലയോലകൾക്ക് നേരെ തന്റെ ചൂണ്ട വിരൽ കൊണ്ടൊന്ന് ഇശാറത്താക്കിയപ്പോൾ, ആംഗ്യം കാണിച്ചപ്പോൾ ആർത്തലച്ചു വരുന്ന തിരമാലകൾ പിൻവാങ്ങിയത്രേ. ഇത് ചരിത്രം. ഈ രൂപത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞ മഹാന്മാർ, ആരിഫീങ്ങൾ, അവര് രൂപം നൽകിയ മഹത്തായ ഒരു സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആദ്യമായി കേരളത്തിലുണ്ടായ ഒരു പ്രസ്താവന, ഒരു സംഘടിത രൂപത്തിൽ കേരളത്തിൽ ആദ്യമുണ്ടാകുന്ന ഫസാദാണ് ഈ റോഡിൽ വെച്ച് നടക്കുന്നത്. അപ്പോ അനിവാര്യതയുടെ സൃഷ്ടി എന്നൊക്കെ പറയും സമസ്തനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അല്ലെ, ഇതന്നെയാണ് അനിവാര്യത എന്ന് പറയുന്നത്. ഇവിടെയുള്ള ആൾക്കാരെ ഈമാൻ രക്ഷിക്കുക. അന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, അന്ന് നമ്മുടെ ആലിമീങ്ങൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആളുകളുടെ ഇടയിൽ മുഴുവനും ഈമാൻ പഴച്ചുപോയി. ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ഒരു അർത്ഥത്തിലും യോജിക്കാൻ കഴിയാത്ത പരസ്പര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഈ ആശയത്തിലേക്ക് പാവപ്പെട്ട നമ്മുടെ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ എത്തിപ്പെടുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു കാവലാണ് നമ്മളെ കാത്തത്. എന്നാൽ മുസ്ലിമീങ്ങളായ ആളുകളെ മുഴുവനും മുശ്രിക്കാക്കാൻ വേണ്ടി, അവരെ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു നിർത്താൻ വേണ്ടി ഈ കൂട്ടർ ചെയ്തു കൂട്ടിയ, അവർ മെനഞ്ഞെടുത്ത ആശയം എന്തെന്ന് ചോദിച്ചാൽ,
ആദ്യമായി അവർ ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ തൗഹീദിനെ അവർ വിഭജിക്കുകയാണ് ചെയ്തത്. തൗഹീദിന് ഉലൂഹിയത്ത്, റുബൂബിയത്ത് എന്ന് രണ്ടെണ്ണമുണ്ട്, രണ്ട് വിധമാണ് എന്ന് പറഞ്ഞ് തൗഹീദിനെ ആദ്യം വിഭജിച്ചു. തൗഹീദിൽ അവർ വിഭജനം നടത്തി. ചരിത്രത്തിൽ ആദ്യമായി അമ്പിയാക്കൾ ഇവിടെ ദഅവത്ത് നടത്തിയ പരിശുദ്ധമായ തൗഹീദിനെ അവർ വിഭജിച്ചു. തൗഹീദുൽ ഉലൂഹിയത്ത്, റുബൂബിയത്ത്. അതിന്റെ പേരിൽ തന്നെ അവരിൽ പല പ്രശ്നങ്ങളുണ്ടായി. CP ഉമർ സുല്ലമി എന്ന് പറയുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ നേതാവ്, അദ്ദേഹം പറയുന്നത് എന്തിനാ ഉലൂഹിയത്ത് റുബൂബിയത്ത് എന്നൊക്കെ വിഭജിക്കുന്നത്, അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഉലൂഹിയത്തും റുബൂബിയത്തുമായി തൗഹീദിനെ വ്യാഖ്യാനിച്ചവർ സംഘടനയിൽ പ്രശ്നങ്ങൾ നടന്നപ്പോൾ സംഘടനയിൽ പ്രശ്നങ്ങളുടെ മദീനത്തുൽ ഉലൂമിൽ യോഗം ചേർന്നുകൊണ്ട് മൗലവിമാര് 2001 കൂടി തീരുമാനിച്ചു തൗഹീദ് നമുക്ക് മൂന്നാക്കാം. തൗഹീദ് ഉലൂഹിയത്ത്, റുബൂബിയത്ത്, അതുപോലെ തന്നെ അസ്മാ വ സിഫാത്ത് മൂന്നാക്കി. അപ്പൊ കുട്ടികൾ ചോദിച്ചു, ISMന്റെ ആൾക്കാർ എന്തിനാ മൂന്നമ നിർത്തണത്? അസ്മാവും സിഫാത്തും ഓരോന്നോരോന്നാക്കിയിട്ട് 4 ഉണ്ടാക്കിക്കൂടെ? അതേപോലെ നേർച്ചയാക്കലും മൗലൂദ് അയ്യാദി ഏർപ്പാട് ഇതൊക്കെ തൗഹീദിനെ ബാധിക്കണം, അങ്ങനെ 6 ഉണ്ടാക്കിക്കൂടെ? തൗഹീദ് മേല ഈ കളി. നമ്മുടെ പൂർവീകർക്ക് തൗഹീദ് പറയുമ്പോൾ മൂന്നാക്കുമ്പോൾ 26 മുതൽ 2001 വരെ ജീവിച്ച് മരിച്ചുപോയ മുജാഹിദ് വിഭാഗത്തിൽ മരണപ്പെട്ടു പോയവർക്ക് തൗഹീദ് പൂർണ്ണമല്ല എന്ന് മനസ്സിലായില്ലേ? അവർക്ക് 2 കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? 2001 പുതിയൊരു തൗഹീദും കൂടി ഉണ്ടാകുമ്പോ അതുവരെ ജീവിച്ചവർക്ക് 2 കിട്ടിയിട്ടുള്ളൂ എന്നായില്ലേ? ഓർക്ക് 3 കിട്ടിയില്ല. ആ തൗഹീദമാകാതെയാണ് 926 മുതൽ 2001 വരെ ജീവിച്ച മുജാഹിദ് മൗലവിമാരും പ്രവർത്തകരും മരിച്ചുപോയത് എന്ന് സമ്മതിക്കേണ്ടി വരൂലേ? ഇങ്ങനെ ഇസ്ലാമിന്റെ അടിസ്ഥാന നയത്തിൽ മുഴുവനും ഇവർ കളിക്കാൻ തുടങ്ങി. ഒരു പേടിയുമില്ലാതെ, ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള ഭയമില്ലാതെ തോന്നുന്ന ആളുകൾ മുഴുവനും വായിൽ തോന്നിയതൊക്കെ കോതക്ക് പാട്ട് എന്ന രൂപത്തിൽ തോന്നുന്ന ആളുകളൊക്കെ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞു. തൗഹീദിനെ കുറിച്ച് ഗ്രന്ഥങ്ങൾ രചിക്കാൻ തുടങ്ങി. ഇങ്ങനെ ആ കാര്യമായി ഇന്നവർ നൂറ്റാണ്ട് ആഘോഷിച്ചു. അതിന്റെ സമ്മേളനമൊക്കെ കഴിച്ചു. നൂറ്റാണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കാൽക്കുലേറ്റർ വെള്ളത്തിൽ വെക്കേണ്ടി വരും. കണക്കുകൂട്ടിയാൽ 100 കിട്ടണമെങ്കിൽ. എങ്ങനെ കണക്കൂട്ടിയാലും 90ന്റെ മേലൊന്നും പോവില്ല. പിന്നെ കാൽക്കുലേറ്റർ വെള്ളത്തിൽ വീഴണം, എന്നാ കിട്ടും. അല്ലാതെ അത് 100 തികയില്ല. അവരെ കുറിച്ച് കൂടുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ശേഷം പറയാം. അതിന്റെ മുമ്പ് അവരുടെ നയങ്ങൾ മുഴുവനും ഇന്ന് ആദ്യം എന്താണോ അവർ സമൂഹത്തോട് പറഞ്ഞത് ആ വിഷയത്തിൽ മുഴുവനും അവരിന്ന് പുറകോട്ട് പോയി. എങ്ങനെയാണ് ഒരാൾ മുജാഹിദാകുക? ഈ മൗലവിമാരുടെ സംസാരം കേട്ട് അതിന്റെ പിന്നാലെ കൂടിയാൽ എന്ത് സംഭവിക്കും എന്ന് എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടി പറയാൻ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരം ഞാൻ തരാം. അതിന്റെ മുമ്പ് ഇവിടെ വേറെയും കുറച്ച് ടീമുണ്ട്, ഓരെ കുറിച്ചും കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഈ പൈതൃകം, ഈ പാരമ്പര്യം, ഈ പാരമ്പര്യത്തിന്റെ കണ്ണിയിൽ നിന്ന് മുസ്ലിമീങ്ങളെ അടർത്തി മാറ്റുക എന്ന പ്രവർത്തനമാണ്, പണിയാണ് ഇവിടെ ഉടലെടുത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അല്ല, മറ്റെല്ലാ ആരും അതിനൊഴിവല്ല. ഇതല്ല എന്ന് പറയാൻ എണീറ്റ് നിൽക്കാൻ പറ്റുന്ന നട്ടലുള്ള ഒരു സംഘടന മറുഭാഗത്തില്ല. ഇത് വെറുതെ പറയണല്ല, നമ്മൾ സംരക്ഷകരാണ്. അതിനൊരു സാമ്പിൾ ഉദാഹരണം ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലൊക്കെ പഴയ പള്ളി ഉണ്ട് അല്ലെ? പഴയ കാലത്ത് നമ്മളെ കാരണവന്മാരൊക്കെ നിസ്കരിച്ചു പോയിരുന്ന ജുമാഅത്ത് പള്ളി, മദ്രസ അല്ലെ? ഇല്ലേ? നിങ്ങളെ നാട്ടിൽ പള്ളി ഇല്ലേ? ഈ പള്ളിക്ക് ഒരു ബദല് പള്ളി ഉണ്ടാക്കാൻ കുറച്ച് ടീം വന്നു നമ്മുടെ നാട്ടിൽ ഇല്ലേ? ഒരു പുതിയ പള്ളി ഇല്ലേ? എല്ലായിടത്തും പുതിയ പള്ളി, അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു പള്ളി, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് വേറൊരു പള്ളി ഇല്ലേ? ഏതോ ആകട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ടീമിനെ മാത്രം ഫോളോ ചെയ്യണ്ട. എല്ലാവരും, സമസ്തയല്ലാത്ത എല്ലാവരും ഈ പണി ചെയ്യുന്നവരാണ്. പുതിയ പള്ളി ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകളാ. പഴയ മഹല്ലത്തിൽ ഒരുമിച്ച് ജുമുഅക്ക് പങ്കെടുത്തിരുന്ന മുഅ്മിനീങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ
ഭിന്നതയുടെ മതിൽക്കെട്ടുകൾ തീർക്കാൻ നിർമ്മിക്കപ്പെട്ട പള്ളികൾ. ആരായി പള്ളി ഉണ്ടാക്കിയത്? നമ്മളാ സമസ്തക്കാരാണോ? അല്ല, നമ്മൾ ആ പഴയ പള്ളി സംരക്ഷിക്കുന്ന ആൾക്കാരല്ലേ? അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ പൈതൃകത്തെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ളവരാണ്. മറ്റതൊക്കെ നിർമ്മാതാക്കളാണ്, പുതിയതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരാണ്. നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന, നമ്മുടെയൊക്കെ കുട്ടിപ്രായത്ത് മുതലേ നമ്മൾ പഠനം നടത്തിയിരുന്ന നമ്മുടെ മദ്രസ, ആദ്യമായി അള്ളാഹുവിന്റെ നാമം കേട്ട മദ്രസ, പരിശുദ്ധ പ്രവാചകരെ കുറിച്ച് മനസ്സിലാക്കിയ മദ്രസ, ഒരു വീട്ടിൽ നിന്ന് ഒരേ ഉമ്മയുടെയും ബാപ്പയുടെയും മക്കൾ ഒരേ പുസ്തകങ്ങൾ പിടിച്ചൊരേ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ കുട്ടിക്കാലത്ത് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. ശേഷം ആ മദ്രസക്കൊരു ചുവര് വേണമെന്ന് പറഞ്ഞവർ നിങ്ങളോട് പറയും, നമ്മളാണോ? നാട്ടിൽ ചുമരാണെന്ന് പറഞ്ഞാ അല്ലല്ലോ, നമ്മളല്ല. നമ്മളതിൽ നിന്ന് ഒഴിവാണ്. ഇവിടെ ചുമര് വെക്കേണ്ട പാരമ്പര്യത്തിൽ മുസ്ലിം അടർത്തി മാറ്റേണ്ട പണിയാണ് ഇവിടെ വന്ന മുഴുവൻ സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടത്തിയതും അല്ലാത്തൊരു പണി നടത്തിയിട്ടില്ല. എന്നാൽ ഏതൊരു വിഷയത്തിന്റെ പേരിലാണോ അവർ ഭിന്നതയുണ്ടാക്കിയത്, ആ വിഷയത്തിൽ അവർക്ക് തന്നെ ഒരു തീരുമാനത്തെത്താനും കഴിഞ്ഞിട്ടില്ല. അതാണ് അതിലേറെ വലിയ രസം. ഇവരെ കണ്ട് പിന്നാലെ കൂടിയോര സ്ഥിതിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ലൈറ്റ് ഇല്ലാത്ത വണ്ടി, രാത്രി നിങ്ങൾ മനസ്സിലായിരുന്നു, രാത്രി ലൈറ്റ് ഇല്ലാത്ത വണ്ടി മുന്നിൽ പോണ ഒരു കാറുകാരനെ ഫോളോ ചെയ്ത് പോവാണ്. ഇവന്റെ വണ്ടിക്ക് ലൈറ്റ് ഇല്ല, മുന്നിൽ പോണ ഒരു കാറുകാരനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോവാൻ. ഓൻ പോകുന്നിടത്ത് കൂടെ ഇങ്ങനെ പോയി അവസാനം ഓൻ വണ്ടി നിർത്തി. മനസ്സിലായോ? അപ്പൊ ഇപ്പം ചോദിക്കാണ്, ഇവ എന്താ ഇവിടെ വണ്ടി നിർത്തിയിരിക്കണേ? മുന്നിൽ തിരക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ ഓന്റെ പെരിയിൽ വണ്ടി കയറ്റി നിർത്തിയതാ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവരെ പിന്നാലെ പോയാ ഉണ്ടാകുന്ന സ്ഥിതി അതാ. വിചാരിച്ചോടത്തേക്ക് എത്തൂല, ഓര് കൊണ്ടാണ് കൊടുക്കും. പിന്നെ നമ്മളവിടുന്ന് ഇനി എങ്ങട്ടാ പോണ്ടതെന്ന് അറിയാതെ വൈദ്യ ചോദിച്ച് നടക്കേണ്ടി വരും. എന്തൊരു വിഷയത്തിലാണോ ആദ്യമായി മുസ്ലിം ഉമ്മത്തിനിടയിൽ ഭിന്നത ഉണ്ടാക്കിയത്, ആ വിഷയത്തിൽ ഇന്ന് അവർ പുറകോട്ട് പോവാണ്. നമുക്ക് ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ നോക്കാം. ഇവരുമായി നമുക്ക് യോജിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളെ കുറിച്ചും പറയാം. പോരെ, കേരളത്തിൽ വന്ന സകല സംഘടനകളുമായി നമുക്ക് യോജിക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട്. ഖാദിയാനികൾ, ആദ്യം ഒരു വിഭാഗം വന്ന ആളുകളാണ് ഖാദിയാനികൾ, അല്ലേ? ഖാദിയാനികൾ പ്രവാചകനാണ് എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു മഹദിയാണ്, പിന്നെ പറഞ്ഞു ഈസാ നബിയാണ്, പറഞ്ഞു റസൂലുള്ളാഹിക്ക് ശേഷം വന്ന ഒരു പ്രവാചകനാണ്. പിന്നെ മഹദി ഇമാമിന്റെ പേരും റസൂലുള്ളാഹിന്റെ പേരിനോടും റസൂലുള്ളാഹിന്റെ ഉപ്പാന്റെ പേരിനോടും യോജിക്കുമല്ലോ. ഇത് മീർസ സൺ ഓഫ് ഗുലാം മുർത്തളയാണല്ലോ എന്നാണ്. മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി, അയാളുടെ പിതാവ് ഗുലാം മുർത്തളയാണല്ലോ, അത് അബ്ദുള്ള അല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഈസാ നബി മറിയമിന്റെ പുത്രനാണല്ലോ. പിന്നെ മാത്രമല്ല, ഈസാ നബി വെള്ളമിനാരത്തിൽ ഇറങ്ങുന്നതൊന്നും ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? ഈസാ നബി മഹദി ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കും, അതും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ മൂപ്പര് സാധാരണ പ്രവാചകനായി. അതും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മറ്റൊരു പ്രവാചകനില്ല. ഇത് ഹദീസിലും ഖുർആനിലും സ്ഥിരപ്പെട്ട കാര്യമാണ്. അതിനെതിരായ ഒരു വീക്ഷണം വന്നപ്പോ നമുക്ക് അവരോട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവരുമായി ഒത്തുപോകാൻ നമുക്ക് സാധിച്ചില്ല. ആശയപരമായി നമുക്ക് സാധിച്ചില്ല. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, അൻത മിന്നി ബിമൻസിലതി മൂസ ഇല്ലാ അഹു ലാ നബിയ ബഅദി. അലിയെ, അങ്ങ് എന്നിൽ നിന്നുള്ളവനാണ്. മൂസ അലൈഹിസ്സലാം നബിയും തമ്മിൽ എപ്രകാരം ബന്ധമുണ്ടായിരുന്നുവോ ആ ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. ഇല്ലാ അന്നഹു ലാ നബിയ ബഅദി, എന്റെ ശേഷം മറ്റൊരു പ്രവാചകനില്ല എന്നതൊഴിച്ചാൽ. നിങ്ങൾ നബിയല്ല, കാരണം എന്റെ ശേഷം വേറൊരു നബി ഇല്ലാത്ത. അപ്പൊ ഇത് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് ഹദീസുകൾ ഇത് സംബന്ധമായി കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് അവരോട് യോജിക്കാൻ കഴിഞ്ഞില്ല.
ഇവിടെ വന്നൊരു മറ്റൊരു വിഭാഗമാണ് സാക്ഷാൽ അടുത്ത കാലത്ത് 60കളിൽ പിന്നെ വന്ന 60കളിൽ പുതിയ ഒരു സിദ്ധാന്തവുമായി വരികയും പിന്നെ 80-90 കാലഘട്ടങ്ങളിൽ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി പിന്നെ ഒരു മൂലം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നാണ്. ഓരൊക്കെ പിന്നാലെ ഓരൊക്കെ ഖുർആൻ പറഞ്ഞ ആളുകളെ ക്ഷണിച്ചത് രണ്ടല്ല. നാട്ടിയ ഉസ്താദ് എപ്പോഴും പറയാറുണ്ടായിരുന്നു അങ്ങനെ. എല്ലാവരും ഖുർആൻ തന്നെ പറഞ്ഞത്. അതിന് പിന്നാലെ കുറച്ച് ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട്. ചേകനൂരിനോട് നമുക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജുകളിലുള്ള നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ചേകനൂര്. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. സാക്ഷാൽ മുജാഹിദ് വിഭാഗത്തിലുള്ള മൗലവിമാർ, ഒരാൾ മുജാഹിദാവുക എന്ന് പറഞ്ഞാൽ പച്ചയായ ഹദീസ് നിഷേധിയാകാൻ അതിനർത്ഥം. ക്രമേണ അയാൾ എത്തിപ്പെടുന്നത് സാക്ഷാൽ ശകനൂരിഷത്തിലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ചേകനൂര് കൊടും മുജാഹിദായിരുന്നു അല്ലെ? മുജാഹിദ് സ്റ്റേജുകളിൽ വാദപ്രതിവാദത്തിന് മുന്നിൽ നിന്ന ആളാണ്. ഇവിടെ നിസ്കാരം 3 വഖത്ത് മതി എന്ന് പറഞ്ഞ ചേകനൂര്. പിന്നെ 3 വഖത്ത് മതി എന്ന് പറഞ്ഞപ്പോൾ തള്ളിയതാ. 3 വഖത്ത് മതി എന്ന് പറഞ്ഞത് മൂപ്പര സ്വന്തം അഭിപ്രായമല്ല. മുമ്പ് ഒരാൾ 3 വഖത്ത് വന്നിട്ടുണ്ട് ഇവിടെ. അറിയോ? മുസൈലിമത്തുൽ കദ്ദാബ്. ഇവിടെ പ്രവാചകത്വം വാദിച്ചു വന്ന മുസൈലിമത്തുൽ കദ്ദാബ്, അയാളും പറഞ്ഞത് 3 വഖത്ത് അയാൾ 3 വഖത്ത് നിസ്കാരാക്കിയിരിക്കുന്നു ഇവിടെ. അതെങ്ങനെ രസകരമായൊരു സംഭവമാണ്. മൂപ്പര് വിവാഹം കഴിച്ചത് സജാഹിനെയാണ്. സജാഹ് എന്ന് പറഞ്ഞാൽ നബിച്ചിയാണ്. മുസൈലിമത്ത് നബിയാണ്. കള്ളന്മാരാണ്, കള്ളപ്രവാചകനാണ്. സജാഹ് എന്ന് പറഞ്ഞ പെണ്ണാണ്. ഓള് പറഞ്ഞു ഞാനൊരു നബിച്ചിയാണ്. എന്താ പെണ്ണുങ്ങൾക്കും കൂടി ഒന്നാണ് നബി ആയിക്കൂടെ. ഈ സജാഹിനെ മുസൈലിമത്തുൽ കദ്ദാബ് വിവാഹം കഴിക്കാം. കുഫുവത്ത കല്യാണം. ഒരു കള്ള നബി, ഒരു കള്ള നബിച്ചി. വിവാഹം കഴിക്കുമ്പോ സജാഹിനോട് മുസൈലിമത്തുൽ കദ്ദാബ് പറഞ്ഞു, നിനക്ക് ഞാൻ മഹറായി തരുന്നത് 2 വഖത്ത് നിസ്കാരം. മേലിൽ 3 നിസ്കരിച്ചാൽ മതി. 2 വഖത്ത് നിസ്കാരം മുമ്പത്തേക്ക് മഹറായിട്ട് കൊടുക്കുകയാണ്. 3. ഈ ആദി വാദങ്ങളൊക്കെ ഇവിടേക്ക് പോലും നിങ്ങളെ പൊടി തട്ടിയെടുത്തുകൊണ്ട് ഇവിടെ ചേകന്നൂര് കടന്നു വന്നു. ചേകനൂരിനോട് നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കാണിച്ചു തന്ന വഴിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ, ജീവിക്കേണ്ടവരാണ് നമ്മൾ. അവർ 5 വഖത്താണ് കാണിച്ചു തന്നത്. അതുകൊണ്ട് നമ്മൾ 5 നിസ്കരിക്കണം. സ്വഹാബാക്കളെ മുഴുവനും കള്ളന്മാരും കളവ് പറയുന്നവരുമായി ചിത്രീകരിച്ചു. അവരെ ഒന്നും പറയാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. ചേകനൂരോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ വന്നത് മറ്റൊരു വിഭാഗമാണ് മൗദൂദിസം. അല്ലേ? ഞാൻ എല്ലാവരും ഒന്നാണ് പറഞ്ഞു പോവാൻ. ജമാഅത്തെ ഇസ്ലാമി ഇഖാമത്തുദ്ദീൻ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നവരാണ്. അവരുടെ ഭരണഘടനയിലൊക്കെ അവർ അങ്ങനെ പറഞ്ഞത്. ഇഖാമത്തുദ്ദീനിന്റെ ആളുകളാണ് എന്നാണ് അവരുടെ ഭരണഘടനയിൽ അവർ പറഞ്ഞത്. ഇവിടെ ദൈവിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി വന്നവർ മാത്രമല്ല, ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പർമാരോട് ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ രാജിവെക്കാൻ വരെ അവർ നിർദ്ദേശിക്കുകയുണ്ടായി. കുറെ പോയത്തേക്കാർ രാജിവെക്കുകയും ചെയ്തു. ഇന്ന് ജമാഅത്താരാണെങ്കിൽ എവിടെ സീറ്റ് ഒഴിവുള്ളത് നോക്കി നടക്കുകയാണ്. രാജിവെച്ചവരൊക്കെ മണ്ടന്മാരും. ആളെ പൊട്ടിസാക്കുന്ന ഏർപ്പാടാണ് ഇതൊക്കെ. മലയാളത്തിലാണ് പറഞ്ഞാൽ നമ്മൾ പറയില്ല ആളെ കുതിരാക്കുക എന്ന് പറയില്ല. ഇതൊക്കെ തന്നെ ഇവർ ചെയ്യണത്. അതിനൊരു മൗലവി പരിവേഷം കെട്ടിട്ട് വരികയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ അവര് 6-ാം നമ്പർ ഇട്ട് എഴുതിയൊരു സംഗതിയെ ഞാൻ ഈ പറഞ്ഞത്. ഒരു ആഹ്വാനം രാജിവെപ്പിച്ചു വെച്ചു. വോട്ടുണ്ടെങ്കിൽ അത് ശിർക്കാണ് വരെ പറഞ്ഞു. സ്ഥാനാർത്ഥി വോട്ടുള്ള കുറെ ആൾക്കാർ മുന്നിലാണ്. പിന്നെ പറയണേ നമുക്ക് ഇന്നൊരു സ്ഥാനാർത്ഥി നിർത്താന്ന് പറയാ. അപ്പൊ ആദ്യം പറഞ്ഞ് മറക്കണേ. അത്രയല്ലേ ഉള്ളിലുള്ളൂ. ഈ ആദ്യം ആളുകളെ ഇവർക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് വേറൊരു സംഭവം പറഞ്ഞിരുന്നു ഞാൻ. സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ആശയപരമായി അവർക്ക് പ്രശ്നങ്ങളുണ്ട്. പ്രവാചകന്മാരിൽ നിന്നും ദോഷങ്ങൾ അവർ മഅ്സൂമിങ്ങളല്ല എന്ന് പറഞ്ഞവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. പ്രവാചകന്മാർ പാപസുരക്ഷിതരാണെന്ന് ഖുർആൻ. ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ
وآل عمران على العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചതാണ് പ്രവാചകന്മാര് പാപ സുരക്ഷിതരാണ്. ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇംറാൻ അലൽ ആലമീൻ. ജമാഅത്തെ ഇസ്ലാമിക്കാരോട് പറഞ്ഞു, പ്രവാചകന്മാരിൽ നിന്നും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞു ഖുർആനെതിരാണ്, അത് പറയാൻ പാടില്ല. ഇനി മറ്റൊരു സംഭവം കേൾക്കണോ നിങ്ങൾക്ക്? ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് 2004 ജമാഅത്തെ ഇസ്ലാമിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി പുറത്തിറക്കിയ ഒരു ലഘുലേഖയാണിത്. ഈ ലഘുലേഖ ഞാൻ വാങ്ങുകയാണ്. മുഅ്മിനീങ്ങളെ കാത് തുറന്ന് കേൾക്കണം. ജമാഅത്തുകാരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ആരുടെയെങ്കിലും കാതുകളിലേക്ക് എന്റെ ശബ്ദം എത്തുന്നുണ്ടെങ്കിൽ, എത്തുകയാണെങ്കിൽ അവർ ഈ വരികളൊന്ന് കേൾക്കണം. 2004 ജമാഅത്തെ ഇസ്ലാമിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ ലഘുലേഖയാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അതുമല്ല അവിശ്വാസിയോ ആകട്ടെ, നിങ്ങൾക്കും ജമാഅത്തെ ഇസ്ലാമിയിൽ ഒരിടമുണ്ട്. SKSF-ലുണ്ട് നമ്മൾ പറയോ? നിങ്ങളൊരു ജമാഅത്ത്, നിങ്ങളൊരു ഹിന്ദു ആവട്ടെ, മുസ്ലിം ആകട്ടെ, ഖാദിയാനി ആകട്ടെ, അല്ല ക്രിസ്ത്യാനി ആകട്ടെ, നിങ്ങൾക്ക് SKSF-ൽ ഒരു മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറയോ? നിങ്ങൾക്ക് പറയാൻ കഴിയും? നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ജമാഅത്തെ ഇസ്ലാമിയിൽ ഒരു പൊക്കട്ടുണ്ട്. അപ്പൊ ഇത് എന്ത് സംഘടനയാണ് ചോദ്യം ഉണ്ടാവും. അത് അറിയാതെ എഴുതിയേക്കാണ്. അല്ല, ഞാൻ അടുത്ത പാരാഗ്രാഫ് ഞാൻ വായിക്കുമ്പോൾ ഒന്നുകൂടി വ്യക്തമാകും. പരമ്പരാഗത അർത്ഥത്തിലുള്ള ഒരു മതസംഘടനയല്ല, ജീവിതത്തെ എല്ലാ തലങ്ങളിലും സ്പർശിക്കുന്ന സമ്പൂർണ്ണ വിപ്ലവ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പരമ്പരാഗത അർത്ഥത്തിലുള്ള മതസംഘടന അല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഔദ്യോഗിക ലഘുലേഖ സമർത്ഥിക്കുമ്പോൾ, അവരത് സമ്മതിക്കുമ്പോൾ, പിന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിടത്തൊരു ചെരിവുണ്ട് അല്ലേ? ആ ചെരിവ് തന്നെയാണ്. പരമ്പരാഗത മതസംഘടന അല്ലത് എന്നാ പറയണത്. ഇതൊരു വിപ്ലവ പ്രസ്ഥാനമാണ്. രാഷ്ട്രീയ പാർട്ടി ആക്കാനുള്ള ഒരു ശ്രമമുണ്ട്, ഒരു ആലോചന ഉണ്ട്. അപ്പൊ ഐക്യട് കൊണ്ടുവരികയാണ് ആൾക്കാരെ. അവരെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല, അവരോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല ഇത്തരം വിഷയങ്ങളിൽ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്, അല്ലേ? വഹാബികൾ. നമ്മൾ വഹാബികൾ എന്ന് പറയും. അതായത് 1111 നജിദിൽ ജനിച്ച, അവിടെ പ്രബോധനം നടത്തിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ തലതിരിഞ്ഞ നയങ്ങളോടും ആശയങ്ങളോടും പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു വിഭാഗം പിൽക്കാലത്ത് ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദുർ റിളയുമൊക്കെ അതിന്റെ കൊടിവാഹകരായി, പതാകവാഹകരായി ആ കാലഘട്ടത്തിൽ പ്രബോധനം നടത്തിയപ്പോൾ അതിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടത് കേരളത്തിലേക്കും കടന്നു വന്നു. കേരളത്തിലും അതിന്റെ പ്രചരണമെത്തി. വക്കം മൗലവിയും KM മൗലവിയും ഒക്കെ അത് ഏറ്റെടുത്തു. ഇവിടെ അത് പ്രചരിപ്പിച്ചു. ആളെ കിട്ടിയിട്ട് അവരും പാരമ്പര്യം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ വല്ലാത്ത രസമുണ്ട്, അത് ഞാൻ കേൾപ്പിച്ചുതരാം. ഇപ്പൊ ഈ അടുത്ത് നടന്ന 8ാം സമ്മേളനം എന്ന പേരിൽ 100 ആഘോഷിച്ചല്ലോ. ആണ്ടർതി കഴിച്ചിരുന്നു. ഇപ്പൊ ഈ അടുത്ത് 100 ആണ്ട്. നിങ്ങൾ ഒരാണ്ടല്ലേ കഴിക്കുന്നത്, അല്ലെങ്കിൽ 40 കഴിക്കും. ഇവിടെ 100 കഴിക്കണം. മനസ്സിലായോ? ഞാൻ കല്ലായിക്കാരനാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ മറ്റോ പറഞ്ഞു ഞാൻ കരിങ്കല്ലായിക്കാരനാണ്. ഈ കല്ല ഞാൻ കരിങ്കല്ലായിക്കാരനാണ് പറഞ്ഞു. എന്ന പോലെ നിങ്ങൾ ആണ്ട് ആഘോഷിച്ചാണല്ലോ, ഞങ്ങൾ 100 ആഘോഷിക്കുന്നതെന്ന്. ഈ 100 ആഘോഷത്തിന്റെ ഭാഗമായി മുജാഹിദ് പ്രസ്ഥാനം അവർ പുറത്തിറക്കിയ സമ്മേളനത്തിന്റെ ഒരു ലഘുലേഖയാണിത്. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം അവർ പുറത്തിറക്കിയ ഒരു ലഘുലേഖയാണിത്. ഞാൻ ഈ ലഘുലേഖ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞതാണ്, ഇന്നലെ 2-3 ദിവസം മുമ്പ് അല്ലെ, ആ സമ്മേളനത്തിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ലഘുലേഖ ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ ശരിക്കും കേൾക്കണ്ട, ഒരു ഒലക്ക ഏച്ചൂട്ടിമാരി ഇങ്ങനെ കാണാൻ കഴിയും. നിങ്ങൾ കണ്ടോളി.
അധിനിവേശ താല്പര്യവുമായി, ഞാൻ അത്രയും നേരം പറഞ്ഞു തന്നെ, അധിനിവേശ താല്പര്യവുമായി മലബാറിലെത്തിയ, അതിനു മുമ്പ് മാലിക് ദീനാറിനെയും കൂട്ടി പറയുന്നുണ്ട് കേട്ടോ, അത് പറഞ്ഞു വന്നിട്ട് പറയാം. അധിനിവേശ താല്പര്യവുമായി മലബാറിലെത്തിയ പോർച്ചുഗീസുകാരെ പ്രതിരോധിക്കുവാൻ സാമൂതിരിയോടൊപ്പം മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. നാടിനെ അടിമപ്പെടുത്താൻ വരുന്നവർക്കെതിരെ നാടിന്റെ ഭരണകർത്താക്കളോടൊപ്പം നിന്ന് പോരാടണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂമാർ അധിനിവേശ വിരുദ്ധ സമരത്തിന് ബൗദ്ധികമായ നേതൃത്വം നൽകിയപ്പോൾ സാമൂതിരിയുടെ നാവികപ്പടയെ നയിച്ചുകൊണ്ട് കുഞ്ഞാലി മരക്കാർ രംഗത്തിറങ്ങി ഇതിഹാസങ്ങൾ രചിച്ചു. പല പരമ്പര ഉണ്ടാക്കുകയാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന് പൈതൃക ഉണ്ടാക്കുകയാണേ. പിന്നെ മാലിക് ദീനാറിലൂടെ കേരളത്തിൽ ഇസ്ലാം എത്തി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നിട്ട് പറയാണ് പൊന്നാനി മഖ്ദൂമാരിലെത്തിപ്പോര്, ഇനി കേട്ടോളി, കുഞ്ഞാലി മരക്കാരിലൊക്കെ എത്തി, ഇനി കേട്ടോളി. പിന്നീട് വന്ന ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുകയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ ആഹ്വാനം നടത്തുകയും ചെയ്തുകൊണ്ട് മമ്പുറം തങ്ങന്മാരും ഉമർ ഖാദിയുമെല്ലാം സമൂഹത്തെ നയിച്ചപ്പോൾ പ്രസ്തുത സമരം എങ്ങനെയാകണമെന്ന് വക്കം മൗലവിയും കെ എം മൗലവിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമെല്ലാം സമൂഹത്തെ പൊന്നാനി മഖ്ദൂമാര് മമ്പുറം തങ്ങുന്നത് എവിടെ എത്തി നിൽക്കണത്? വക്കം മൗലവിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിലും ഒക്കെ. നിങ്ങൾ കേട്ടോളിട്ടോ, നാടിന്റെ നായകരും ബ്രിട്ടീഷ് രാജിനെതിരെ പോരാട്ടത്തിന്റെ മുന്നിൽ നടന്നവരുമായ നവോത്ഥാന നായകന്മാർ തുടങ്ങിവെച്ച സംസ്കരണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിക്കുന്നത്. എങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തോട് വളരെ വിനയത്തോടുകൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നാളെ തന്നെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്യണോ? അതായത് നിങ്ങളുടെ പൈതൃകത്തിൽ നിങ്ങൾ അവകാശപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ ജിത്രി കാണിച്ചു തന്ന വഴിയാണ് ഇന്ന് നിങ്ങൾ പ്രബോധനം ചെയ്യുന്നതെന്ന് അവകാശപ്പെടുന്നത് പോലെ ഒരു സത്യമാണെങ്കിൽ നാളെ മുതൽ എല്ലാ വഹാബി വീടുകളിലും മങ്കൂസ് മൗലൂദ് പാരായണം നടക്കട്ടെ. പറ്റുമോ? കാര്യമായിട്ട് ഓർക്കുള്ള പ്രശ്നം അതാ. എന്നിട്ട് ഓരാണ് ഇപ്പൊ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആൾക്കാരെന്നാ ഇവിടെ കണ്ട ഈ ഒരു പരമ്പര ഉണ്ടാക്കുകയാണ്, ഒരു പൈതൃകം ഉണ്ടാക്കുകയാണ്, ഒരു ഒലക്ക ഏച്ചുകൂട്ടിമാരിങ്ങനെ തോന്നുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞ ഇതിലൊക്കെ ഒരു തരം ഒരു ഏച്ചുകൂട്ടലുകളും വളച്ചുകെട്ടലുകളും ഇവിടെ കണ്ട് സമസ്ത വരക്കൽ തങ്ങൾ മുതൽ ഉള്ളാൾ തങ്ങൾ വരെ, അതും ഈ പറഞ്ഞ മാതിരി ഒലക്ക ഏച്ചുകൂട്ടിമാരിയാ. ശംസുൽ ഉലമ വരേണ്ടി വരും. ശംസുലമന്റെ അവിടെ കാണാൻ ഒരു കളി. ശംസുലമയും കണ്ണിയത്ത് ഉസ്താദും പ്രസിഡന്റായ അവിടുന്ന് മുതൽ പിന്നെ ഒരു കളിയാണ്. പിന്നെ വായിച്ചവന് തീരെ തിരിയില്ല, എഴുതിയവന് തിരിഞ്ഞിട്ടുമില്ല. തിരിയരുത് എന്ന് കരുതി എഴുതിയതാണ്, പുസ്തകം പൂർത്തിയാക്കണ്ടേ. പരമ്പര ഉണ്ടാക്കാൻ കൃത്രിമമായ നസബ് ഉണ്ടാക്കാൻ. നസബ എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും ഞാൻ തിരിയില്ലേ? തിരി നസബ, കൃത്രിമമായ സനത്, കൃത്രിമമായ നസബ, കൃത്രിമമായ പരമ്പരയുണ്ടാക്കുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് എതിരിൽ പടനയിച്ച കേരളത്തിലുള്ള സകല പ്രസ്ഥാനങ്ങളും. പൈതൃകത്തിനൊരു ഒരു മഹത്വമുണ്ട് ഇസ്ലാമില്. അത് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. മുഹാജിരീങ്ങൾ അൻസ്വാരീങ്ങളാൽ നിങ്ങളുടെ മുമ്പേ നടന്നുപോയ മുൻഗാമികൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയാൽ അവരോട് പിന്തുടർന്നവരും, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഒരു പൈതൃകത്തിന് പാരമ്പര്യത്തിന് പ്രസക്തിയുണ്ട്. അതിപ്പോഴാ മനസ്സിലായത്. അപ്പൊ ഒരു കൃത്രിമമായ സനത് ഉണ്ടാക്കുകയാണ്, എല്ലാം ചെയ്യുന്ന പണിയാണിത്. അപ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സംഘടനകളുമായി ഒന്നും യോജിക്കാൻ സമസ്തയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഇനി ആനുകാലികമായ ചില സംഭവങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ചെലുത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മുജാഹിദ് പ്രസ്ഥാനം ആദ്യമായി കാര്യമായി ഒരു നൂറ്റാണ്ടുന്നത് പോലെ അവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നൂറ്റാണ്ട് കാലം അവർ ചെയ്തത് കേരളത്തിലുണ്ടായിരുന്ന മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കലായിരുന്നു. കേരളത്തിലുണ്ടായിരുന്ന നടന്നു വന്നിരുന്ന ആചാരങ്ങളെ മുഴുവനും അനാചാരമാക്കലായിരുന്നു. കേരളത്തിലുള്ള സാത്വികരായ പണ്ഡിതന്മാർ, സാത്വികരായ നമ്മുടെ പൂർവികർ, എന്തിനധികം സ്വഹാബികളെ പോലും ഇവിടെയുള്ള മുജാഹിദ് മൗലവിമാർ വിമർശിച്ചു.
ജുമുഅ ഖുത്ബ മദ്ഹബുകളിൽ എന്ന പുസ്തകത്തിൽ ജുമുഅ ഖുത്ബയെ സംബന്ധിച്ച് ഖുത്ബ മലയാളത്തിലാക്കണം എന്നതിനെ സംബന്ധിച്ച് എഴുതുന്ന കൂട്ടത്തിൽ എഴുതി, സ്വഹാബികൾ ഇവിടെ അറബിയിൽ ഖുത്ബ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാര് ചെയ്യുന്നത് പോലെയുള്ള ഒരു കാര്യമാണ്, അതായത് അത് ഞങ്ങൾക്ക് തെളിവല്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? മാ അന അലൈഹി വ അസ്ഹാബി, ഞാൻ നിൽക്കുന്നിടത്ത് മാത്രം പോരാ, എന്റെ സ്വഹാബത്ത് നിൽക്കുന്നിടത്തും നിൽക്കണം. എന്റെ കാലശേഷം നിങ്ങളിൽ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായും ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടാൽ ഫഅലൈക്കും ബിസുന്നതി, ആ സമയത്ത് നിങ്ങൾക്ക് എന്റെ ചര്യയുണ്ട്, വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എന്റെ ഖുലഫാഇന്റെയും ചര്യയുണ്ട്. അപ്പൊ സ്വഹാബികൾ എന്ന് പറയുന്നത് ദീനിൽ തെളിവാണ്, മാതൃകയാണ്, അവർ അംഗീകരിക്കേണ്ടതാണ്. അവരൊരു കാര്യം നടപ്പിലാക്കിയാൽ അത് നമ്മൾ അനുസരിക്കേണ്ടവരാണ്, നമുക്കൊരു തെളിവുമാണ്. അത് അംഗീകരിക്കുന്നവരും അനുസരിക്കുന്നവരുമാണ് ഈ 73 സ്വർഗാവകാശികൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം. എന്നാൽ പച്ചയായി മുജാഹിദ് മൗലവിമാർ അവർ ഉസ്താദിൽ വെച്ചു സ്വഹാബത്തിന്റെ പ്രവർത്തനം കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാരുടെ പ്രവർത്തനം പോലെയാണ്, അത് തെളിവാക്കാൻ കഴിയില്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ 72 ഊരുണ്ടാകുക? അല്ല, ഈ ഒരു വിഭാഗത്തിൽ അവർ പെട്ടു എന്ന് പറയാ. 73 ഏതെങ്കിലും ഒന്ന് പോടും. ചില ആൾക്കാരോട് ചോദിച്ചാൽ കാണാം, നിങ്ങളിപ്പോ എവിടെ, ഇത് എങ്ങനെയൊക്കെ ഇപ്പൊ നിങ്ങളെ കോലം ഇതൊക്കെ എങ്ങനെ? ഞാൻ അങ്ങനൊന്നുമില്ല, ഞാൻ ഇപ്പൊ എവിടെ ഇല്ല, അതിൽ വലിയ കാര്യമൊന്നുമില്ല, ഞാൻ അങ്ങനത്തെ ഒരാളില്ല. എങ്ങനെ നോണ പറയണത്? ഓന്റെ മനസ്സിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോടെ ഓന് കൂറുണ്ടാവും. നമ്മളെ മദ്രസയിലൊക്കെ ജോലി എടുക്കാൻ വരുമ്പോ ചില ആൾക്കാർ അങ്ങനെ, അല്ല ഉസ്താദേ നിങ്ങളിപ്പോ എവിടെ, എങ്ങനെയൊക്കെയാണ് നിങ്ങളെ പോക്കൊക്കെ? ഞാനിപ്പോ അങ്ങനെയൊന്നുമില്ല, പക്ഷെ സംസ്ഥാന മദ്രസയിലാണ് നിൽക്കല് അറിയും, അരി വാങ്ങണ്ടേ? അങ്ങനെയൊന്നുമില്ല, സംസ്ഥാന മദ്രസയിലാണ് നിൽക്കണമെന്ന് പറഞ്ഞ ഫുലാന ആ മദ്രസയിൽ നിർത്തിയാൽ നിങ്ങളെ